Hi dear friends, Assalamu alaikum, Namaskaram, welcome back to shikascafe. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി മസാല ചിക്കൻ കറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉള്ളിയും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1.25 കിലോ ചിക്കനിലേക്ക് ഒരു ഉള്ളിയും തക്കാളി എടുത്തിട്ടുള്ളൂ വിചാരിച്ചിട്ട് ചിക്കൻ കറിക്ക് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. ഈ ഒരു ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഒരു മസാല വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെയും പൊറാട്ടൻ്റെയും കപ്പൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മസാല ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു മസാല ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.25 കിലോ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികൾ നമ്മൾ എണ്ണ ഒന്നും ചേർക്കാതെ കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 4 ഏലക്കായും ഒരു 3 പീസ് പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഗ്രാമ്പ് കുറച്ച് കൂടുതൽ വേണം. ഒരു 7 പീസ് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കോലം. പിന്നെ അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 9 പീസ് മുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാല നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഈ ഒരു ജീരകം മുളകും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ക്യാമറ ഓഫ് ആയതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഈ ഒരു കറിക്ക് നല്ല കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു കാശ്മീരി മുളക് പൊടിൻ്റെ പച്ചമണം കൂടെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന മുളക് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെ എടുക്കുക. കാരണം നമ്മളിതിൽ ഇനി പച്ചമുളകും കുരുമുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മുളകിൻ്റെ എരിവാണ് ഈ ഒരു കറിയിലേക്കുള്ളത്. അപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മസാല ചൂടാറിയ ശേഷം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സവാള അരിഞ്ഞതായിട്ട് എടുത്തിട്ടുള്ളത്. ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചിക്കനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചിക്കന് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ചിക്കൻ്റെ കളറും ഒന്ന് മാറി വരും. അതേപോലെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ 2-3 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായിട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് പകരം ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു തക്കാളി മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളി അടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ കറിയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു തക്കാളി ഒന്ന് വഴന്ന് വരണം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സവാളൻ്റെ കൂടെ ഞാനൊരു 1/2 കപ്പ് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയും മല്ലിച്ചപ്പും കൂടെയുള്ള പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും മല്ലിച്ചപ്പും കൂടെ അരച്ചിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു മസാലപ്പൊടികൾ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കറി നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ. നമ്മളൊരു ചിക്കൻ വരട്ടീൻ്റെ പോലെയൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മളിത് കുറച്ച് കറി ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റിൽ മാറ്റം വരും. കാരണം ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ളതാണ്. അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഈ ഒരു ചിക്കന്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. 1-1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കറി ഉണ്ടാക്കിയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു അത്യാവശ്യം കുറുകിയ പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഈ ഒരു കറി, എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ ചിക്കൻ കറി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ചിക്കൻ കറി റെഡി ആവും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി മസാല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മസാല ചിക്കൻ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല ചിക്കൻ കറിയാണിത്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിരിക്കും ഈ ഒരു ചിക്കൻ കറിയുടെ എരിവ്. അത്യാവശ്യം എരിവോട് കൂടി കഴിക്കുമ്പോൾ തന്നെ കേട്ടോ ഈ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലേൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് വരുമ്പോൾ ഈ ഒരു മസാല ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മസാലയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷികാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്